तो देखते हैं स्क्रिप्ट क्या है। लिपि भावों एवं विचारों को अभिव्यक्त करने का माध्यम भाषा है। ये सभी को मालूम है कि हमारे मन में जो भाव हैं, जो विचार हैं, उसे अभिव्यक्त करने का जो माध्यम है वह भाषा है। तथा भाषा जिन चिन्हों द्वारा दीर्घ काल तक सुरक्षित रहती हैं वे चिन्ह लिपि कहलाते हैं। अന്നേരം ഭാഷയാണ് നമ്മുടെ ഭാവങ്ങളും വിചാരങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ ഈ ഭാഷയെ ദീർഘകാലം വരെ സുരക്ഷിതമായിട്ട് വെക്കുന്നെന്ന് പറയുന്ന ഒരു ചിഹ്നം കൊണ്ടാണ്. ആ ചിഹ്നനെയാണ് ലിപി എന്ന് പറയുന്നത്. अर्थात लिपि का अर्थ लिखित चिन्हों को की उस व्यवस्था से है जिसके द्वारा भाषा को अभिव्यक्त किया जाता है. मतलब നമുക്ക് ലിപി വേണമെങ്കിൽ പറയാം वह क्या है अर्थलिखित चिन्ह की उस व्यवस्था से है जिसके द्वारा क्या किया जाता है ഭാഷ को अभिव्यक्त किया जाता है. അന്നേരം ഈ അർത്ഥയുക്ത ചിഹ്ന ആ വെച്ചാണ് എന്തോ ചെയ്യുന്നത് നമ്മൾ ഭാഷയെ അഭിവ്യക്തി ചെയ്യുന്നത്. मानव संस्कृति के विकास में लिपि का महत्वपूर्ण योगदान है. നമ്മുടെ മനുഷ്യന്റെ സംസ്കാരത്തിന്റെ വികാസത്തിലും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ലിപിക്ക്. यदि लिपि ना होती तो हम प्राचीन भाषा को समझाने में असमर्थ थे. അതോ ഈ സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പഴയ കാലത്തെ ഭാഷ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ പ്രയാസപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ പ്രയാസമായിരുന്നേനെ. इन्हें അടുത്തത് लिपि का विकास. जब अपने भावों एवं विचारों को सुरक्षित रखने की आवश्यकता मानव को ही तब लिपि का विकास हुआ. അന്നേരം നമ്മുടെ മനസ്സിലുള്ള ഭാവങ്ങളും വിചാരങ്ങളും അതെല്ലാം ഭാഷയായിട്ട് നമ്മൾ ആദ്യമൊക്കെ പറയുമായിരുന്നു. പക്ഷെ അതിനെ ഒരു സുരക്ഷിതമായിട്ട് വെക്കണമെന്നുള്ള ഒരു തോന്നൽ മനുഷ്യനുണ്ടായപ്പോഴാണ് ഇതിൻ്റെ വികാസം ഉണ്ടായത്, ലിപിയുടെ വികാസ് ഉണ്ടായത്. ലിപി അനേക് സോപാനോ സെ ഗുജർത്തി ഹുയി വികസിത് ഹുയി. അന്നേരം ഇന്നത്തെ ഈ ദേവനാഗരി ലിപി എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ഉണ്ടായതല്ല, അത് പല പല സ്റ്റെപ്പ് കടന്നാണ് നമ്മുടെ ഇന്നത്തെ ആ ലിപി ഉണ്ടായത്. ലിപി की मुख्य 4 അവസ്ഥയെ हैं. അന്നേരം ഈ ലിപിയുടെ 4 അവസ്ഥകളുണ്ട്. ആദ്യം ചിത്രാത്മക്, അത് കഴിഞ്ഞ് പിന്നെ प्रतीकात्मकाई, പിന്നെ अक्षरात्मकाई एवं ध्वन्यात्मक. प्रारंभ में मनुष्य अपने भावों एवं विचारों को चित्रों के माध्यम से प्रकट करता था. ആദ്യമൊക്കെ ഈ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ആവുന്നതിന് മുമ്പേ അവരെന്തായിരുന്നു ചെയ്യുന്നത്, അവരുടെ മനസ്സിലുള്ള ഭാവങ്ങളും വിചാരങ്ങളും ഓരോ ചിത്രം വരച്ചായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതാണ് ചിത്രാത്മക് ലിപി. ഇൻമേ ജീവ് ജന്തുവും നിർജീവ പദാർത്ഥവും ആദിക്ക് ചിത്ര ഹോത്തെ थे. എന്ന് ഇതിനകത്ത് ജീവജാലങ്ങളുടെ അതുപോലെ തന്നെ നിർജീവ പദാർത്ഥത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അത്തഹ ഇനി ചിത്രാത്മക് ലിപി കഹാഗെ, അതുകൊണ്ടാണ് ഇതിനെ ചിത്രാത്മക് ലിപി എന്നുള്ള പേര് കൊടുത്തത്. അന്നേരം വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ചിത്രാത്മക് ലിപി കിസേ കഹത്തെ ഹെ. ഇതിനകത്ത് പല പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് പറയാം, ലിപി കിസേ കഹത്തെ ഹെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് ലിപി കിസേ കഹത്തെ ഹെ. പിന്നെ लिपि के मुख्य 4 अवस्थाएं कौन कौन सी हैं. അടുത്ത क्वेश्चन, लिपि की मुख्य 4 अवस्थाएं कौन कौन सी हैं. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, लिपि का विकास कैसे हुआ. लिपि का विकास कैसे हुआ. एंड आंसर ആണ്, जब अपने भावों एवं विचारों को सुरक्षित रखने की आवश्यकता मानव को ही तब लिपि का विकास हुआ. फिर അടുത്ത क्वेश्चन ആണ്, चित्रात्मक लिपि किसे कहते हैं. चित्रात्मक लिपि किसे कहते हैं. അടുത്ത് നോക്കിയോ, बाद में ये पदार्थ किसी न किसी के प्रतीक होने लगे. പിന്നെ ഈ പദാർത്ഥം അല്ലെങ്കിൽ ഈ വസ്തു എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ഒരു പ്രതീകമായി മാറി. അത്തഹ യഹ പ്രതീകാത്മക് ലിപി കഹി ഗയി. അങ്ങനെ പ്രതീകാത്മക് ലിപിയാണ്, അങ്ങനെയാണ് അതിനെ പ്രതീകാത്മക് ലിപി എന്ന് പറയാൻ തുടങ്ങിയത്. അന്നേരം അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രതീകാത്മക് ലിപി ക്യാ ഹെ. आगे चलकर यही प्रतीक छोटे छोटे चित्र के रूप में प्रकट किए जाने लगे जिससे एक एक अक्षर का बोध होने लगा. അങ്ങനെ ഈ പ്രതീകാത്മകാണ് എന്തുവായത്, അത് ചെറിയ ചെറിയ ചിത്രങ്ങളുടെ രൂപത്തിൽ പ്രകടമാവാൻ തുടങ്ങി. ആ ഓരോ ചെറിയ ചെറിയ ചിത്രം വെച്ചാൽ ഓരോ അക്ഷരമായിട്ടാണ് കാണപ്പെട്ടത്. അങ്ങനെയാണ് എന്തുകൊണ്ടത് एक एक अक्षर का बोध होने लगा. लिपि का यह माध्यम क्या कहलाने लगा, अक्षरात्मक लिपि कहलाने लगा. അങ്ങനെയാണ് അക്ഷരാത്മക് ലിപി
ആയത്. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വന്ന് അക്ഷരാത്മക് ലിപി ക്യാ ഹെ. बाद में यही अक्षर एक एक ध्वनि को प्रकट करने लगा. അങ്ങനെ ഈ അക്ഷരാണ് പിന്നെ എന്തുവായി മാറിയത്? ഓരോ അക്ഷരം ഓരോ ധ്വനിയെ പ്രകടമാക്കാൻ തുടങ്ങിയത്. ഇസേ ഹി ധ്വന്യാത്മക് ലിപി കഹാകെ. അതിനെയാണ് ധ്വന്യാത്മക് ലിപി എന്ന് പറയുന്നത്. ധ്വന്യാത്മക് ലിപി ക്യാ ഹെ അടുത്തത്. ഇനി അടുത്ത लिपि के प्रकार. संसार की प्रमुख ज्ञात तथा अज्ञात लिपियों को डॉक्टर बोलाना तिवारी ने 2 वर्गों में रखा है. पहला, जिन लिपियों में अक्षर या वर्ण नहीं होते हैं. ഡോക്ടർ ബോലാനാഥ് തിവാരി എന്തോ ഈ സംസാറിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടാത്ത ലിപികളെ 2 വർഗമായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന്, ജിൻ ലിപിയോമേ അക്ഷർ യാ വർണ്ണ ഹെ. അതിനകത്ത് അക്ഷരം വർണ്ണവും ഇല്ല. ഇസ് വർഗ് കെ അന്തർഗത് നിമ്നലിഖിത് പ്രമുഖ് ലിപിയാദി. അതിനകത്ത് വരുന്ന ലിപികളാണ് ഇതൊക്കെ. എന്താ क्यूनिफॉर्म, त्रिकोणी या फनी या वानमुख लिपि, इसे लिपि भी कहते हैं. പിന്നെ हीरोग्लिफिक मतलब पवित्राक्षर, गूढ़ाक्षर, चित्राक्षर या बीजाक्षर लिपि भी कहते हैं. പിന്നെ क्रीट की लिपि, सिंधु घाटी की लिपि, हिटाइट लिपि, चीनी लिपि, प्राचीन मध्य अमेरिका तथा മെക്സിക്കോ की ലിപിയ. ഇതെല്ലാം ഇതിനകത്ത് വരുന്ന ഈ ജിൻ ലിപിയും അക്ഷര വർണ്ണ നെഹി ഹോത്തി. ഇതിനകത്ത് അക്ഷരം കാണത്തില്ല, വർണ്ണം കാണത്തില്ല. ഈ ഒരു 7 ലിപിക്കകത്ത്. ദൂസറ ജിൻ ലിപിയോമേ അക്ഷർ യാ വർണ്ണ ഹോത്തെ ഹെ. രണ്ടാമത്തേനകത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർഗത്തിനകത്ത് അതിനകത്ത് അക്ഷരം വർണ്ണം ഉണ്ട്. ഇസ് വർഗ് കെ അന്തർഗത് നിമ്നലിഖിത് ലിപിയ പ്രമുഖ് ലിപിയ ആത്തി ഹെ. അതിനകത്താണ് ദക്ഷിണി സാമി ലിപി, ഹിബ്രു ലിപി, ഫോനേഷ്യൻ ലിപി, ഖറോഷ്ടി, ആർമൈക് ലിപി, അറബി ലിപി, ഭാരത് ലിപി, ഗ്രീക്ക് ലിപി, ലാറ്റിൻ ലിപി. ഇനി भारतीय लिपियाँ. संसार की प्राचीन सभ्यताओं में सिंधु सभ्यता या सिंधु घाटी की सभ्यता या സൈന്ധവ് സഭ്യത का अपना महत्वपूर्ण स्थान है. നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള സഭ്യതയിൽ ഏതാണ്? സിന്ധു ഘാട്ടിക്ക് സഭ്യതയായിട്ടാണ് നമ്മൾ അതിന് ഇമ്പോർട്ടൻറ്റ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഈ സഭ്യത एक विकसित सभ्यता थी. इस सभ्यता के लोगों को लेखन कला की जानकारी थी. അന്നേരം ഈ ഒരു ടൈമിൽ ആൾക്കാർ, ഈ സമയത്തിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. ലേഖൻ കലാക്കി. अतः സിന്ധു സഭ്യത के निवासी इस लिपि का प्रयोग करते थे. അതുകൊണ്ട് അവർ ലിപി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. से कौन से लिपि कहलाते थे? सिंधु घाटी की लिपि कहलाते थे. अब भी यह लिपि पढ़ी नहीं जा सकती है. अतः इसके विषय में पर्याप्त तथ्य सामने नहीं ആയ. പക്ഷെ ഇത് ഇതുവരെ വായിച്ച് അതിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്താണെന്നുള്ളത് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. മനസ്സിലായി? അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ എഴുതിക്കോ, സിന്ധു घाटी की लिपि किसे कहते हैं. सिंधु घाटी की लिपि के अतिरिक्त भारत में जिन प्रमुख लिपियों का प्रयोग हुआ है उनमें निम्नलिखित प्रमुख लिपियां हैं. ब्राह्मी लिपि, खरोष्टी लिपि, गुप्त लिपि, कुटिल लिपि, शारदा लिपि, दक्षिण भारत की लिपियां और नागरिक लिपियां. मैंने इങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഭാരത് की प्रमुख लिपियों का नाम लिखिए എന്നുള്ളത്. ഇതെല്ലാം എഴുതണം. പിന്നെ ब्राह्मी लिपि से गुप्त ब्राह्मी लिपि का, शारदा से गुरुमुखी, कुटिल से बंगाली, असमी, उड़िया, मणिपुरी, मैथिली तथा कैथी लिपि का तथा नागर से नागरी लिपि एवं नागरी से देवनागरी लिपि का भी विकास हुआ. മനസ്സിലായി? അന്നേരം ഇപ്പം വേണമെങ്കിൽ ചോദിക്കാം, നാഗരി ലിപി ഏതിൽ നിന്നാണ്, ദേവനാഗരി ലിപി ഏതിൽ നിന്നാണ് വികാസ് ഉണ്ടായത്? അന്നേരം നാഗരി ലിപിയിൽ നിന്നാണ് ദേവനാഗരി ലിപി ഉണ്ടായത്. അല്ലെങ്കിൽ കൈഥി ലിപി ഏതിൽ നിന്നാണ് വികാസ് പ്രാപിച്ചത്? കൈഥി ലിപിക്ക തഥാ നാഗർ സെ നാഗരി ലിപിക്ക. ശാരദ ഏത് ലിപിയിൽ നിന്നാണ് ഉണ്ടായത്? ഗുരുമുഖി ലിപിന്ന്. ശാരദ സെ ഗുരുമുഖി. പിന്നെ കുട്ടിൽ നിന്നാണ് ബംഗാളി. പിന്നെ ബ്രാഹ്മി ലിപി സെ ഗുപ്ത് ലിപി എല്ലാം ഉണ്ടായത്. അന്നേരം അതും വേണമെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത ബ്രാഹ്മി ലിപി. बौद्धों की संस्कृत
पुस्तक ललित विस्तार में 64 ലിപിयों का उल्लेख है. അന്നേരം ബൗദ്ധിന്റെ സംസ്കൃത പുസ്തകമാണ് ലളിത് വിസ്താർ. അതിനകത്ത് 64 ലിപികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉന്മേ ബ്രാഹ്മി പ്രഥം ഏവം സർവശ്രേഷ്ഠ ലിപി. അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ബ്രാഹ്മിയാണ് സർവശ്രേഷ്ഠ ലിപിയായിട്ട് കണക്കപ്പെടുന്നത്. इसका समय 5वीं शताब्दी ईसा पूर्व है. ब्राह्मी लिपि की उत्पत्ति के विषय में विद्वानों के मत के 2 वर्गों में विभक्त किया जा सकता है. എന്നാൽ ഇതെങ്ങനെയാ അതിനെക്കുറിച്ച് 2 അഭിപ്രായക്കാരാ ഉള്ളത്. पहला विदेशी उत्पत्ति को प्रश्रय देने वाला, दूसरा भारतीय उत्पत्ति को प्रश्रय देने वाला. ആദ്യം വിദേശി നിന്നാണ് ഉണ്ടായത്, രണ്ടാമത്തെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. अल्फ्रेड मूलर, जेम्स प्रिंसेप तथा सेनाट आदि ने ग्रीक लिपि से ब्राह्मी की उत्पत्ति माना है. ബ്രാഹ്മിയുടെ ഉത്പത്തി ഈ വിദേശി ഉത്പത്തിയിൽ നിന്ന് വെച്ചാൽ ആൽഫ്രഡ് മൂലറും ജെയിംസ് പ്രിൻസെപ്പും സെനാട്ടും പറഞ്ഞിരിക്കുന്ന ഗ്രീക്ക് ലിപിയിൽ നിന്നാണ് ബ്രാഹ്മി ലിപി ഉണ്ടായത്. കിന്തു അബ് യഹ് മത് സർവദ അപ്രമാണിക് സിദ്ധ ഹോ ഗയ. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ അപ്രമാണിക്കായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് വലിയ പ്രൂഫ് ഒന്നുമില്ല. പിന്നെ ബേബർ, कस्ट, बेनफे तथा जेंसन आदि विद्वान सामी लिपि को फोनेशियन शाखा से ബ്രാഹ്മി ലിപി की उत्पत्ति मानते हैं. അങ്ങനെ ബ്രാഹ്മി ലിപി എങ്ങനെയാണ് ഉണ്ടായെന്ന് പല ആൾക്കാർ പല രീതിയിലാണ് പറയുന്നത്. टेलर, DK, सेठ, केनन ने दक्षिणी सामी तथा बूलर, डिरिंजर ने उत्तरी सामी से ब्राह्मी की उत्पत्ति मानी है. परंतु ये मत भी सर्वथा अमान्य सिद्ध हो चुका है. പക്ഷെ ഇതെല്ലാം തെറ്റാണെന്ന് പറയപ്പെടുന്നു. उपयुक्त मतों की अप्रामाणिकता सिद्ध हो जाने पर यह सिद्ध होता है कि ब्राह्मी का विकास स्वतंत्र रूप से हुआ है. ये लिपि वैदिक काल की आर्य लिपि से विकसित हुई. യഥാർത്ഥത്തിൽ സ്വതന്ത്രമായിട്ടാണ് ഈ ലിപി ഉണ്ടായത്. ഇത് വൈദിക് കാലത്തെ ആര്യ ലിപിയിൽ നിന്നാണ് ഉണ്ടായത്. जैसे कि ब्राह्मी का अर्थ है वैदिकी, ब्रह्मावर्त से संबंध होने के कारण ही इसका नाम ब्राह्मी पड़ा. ബ്രാഹ്മി എന്നുള്ള പേര് എങ്ങനെ വന്നെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതിൻ്റെ ആൻസറാണ് ബ്രാഹ്മി का अर्थ है वैदिकी और ब्रह्मावर्त से संबंध होने के कारण ही इसका नाम ब्राह्मी पड़ा. इसके प्राचीनतम नमूने पिपरावा बस्ती के स्तूप में तथा बडली अजमेर गांव के शिलालेख में मिले हैं. അവിടെയൊക്കെ ഈ ബ്രാഹ്മി ലിപി ആ സ്തൂപ്പിലൊക്കെ എഴുതി ഇരിക്കുന്നത് നമുക്ക് കാണപ്പെടാം. ഇനി അടുത്തത് ഖരോഷ്ഠി ലിപി. ब्राह्मी लिपि के बाद खरोष्ठी का स्थान आता है. इसके इंडो बाइक्रेटियन उपलब्ध बाइक्रेटियन, काबुलियन, ബൈക്ട്രോപാലി या आर्यन आदि और कई नाम मिलते हैं. ഇതിന്റെ പല പേരിലാണ് അറിയുന്നത്. सामग्री के आधार पर इसे 4वीं शती ईसा पूर्व से 3वीं शती ईसा पूर्व तक रखा जा सकता है. खरोष्ठी लिपि के साक्ष्य शाहबाजगढ़ी पंजाब या यूसुफजई जिला पाकिस्तान और मानसेरा पंजाब का हजारा जिला में अशोक के अनेक अभिलेख खरोष्ठी लिपि में प्राप्त हुए हैं. അശോകിന്റെ പല അഭിലേഖങ്ങൾ ഖരോഷ്ഠി ലിപിയിൽ കാണപ്പെടുന്നുണ്ട്. ये लिपि दाहिने से बाएं की ओर लिखी गई है. അശോക് के पूर्व इस लिपि का कोई उल्लेख नहीं मिलता. അശോകിന് മുമ്പേ ഇങ്ങനത്തുള്ള ഒരു ലിപി ഉണ്ടെന്ന് തന്നെ എവിടെയും കാണപ്പെടുന്നില്ല. खरोष्ठी लिपि की उत्पत्ति के संबंध में विद्वानों में अनेक मतभेद हैं. खरोष्ठी नाम की उत्पत्ति खरोष्ट ऋषि विशेष काशखर क्षेत्र का पुराना नाम या असभ्य जाति के लोगों की यह लिपि थी से हुई है. അന്നേരം അതിൽ നിന്നാണ് ഖരോഷ്ഠി എന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നത്. ഋഷി വിശേഷ് കാഷ്കർ ക്ഷേത്ര का पुराना नाम അല്ലെങ്കിൽ അസഭ്യ ജാതി के लोगों की यह लिपि थी से ഇതിൽ നിന്നാണ് ഈ പേര് ഉണ്ടായെന്ന്. डॉक्टर प्रजिलुस्की के अनुसार गधे की खाल पर लिखी जाने के कारण ഖർപൃഷ്ടി और फिर ഖരോഷ്ടി कहलाई. അന്നേരം ഡോക്ടർ പ്രജിലുസ്കി പറയുന്നത് എന്താണ്, ഈ കഴുതയുടെ ഈ ഖാൽ എന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയിലാണ് ഇത് എഴുതിയിരുന്നത്, ഈ ലിപി എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഖർപൃഷ്ടി എന്ന്. അതാണ് പിന്നെ ഖരോഷ്ടി എന്നുള്ള പേര് വന്നത്. डॉक्टर राजबली पांटे का मत है कि खरोष्टी की उत्पत्ति गधे के होंठ की तरह बेडंगी होने के कारण से खरोष्टी कहा गया. വേറെ രാജ്ബലി പാണ്ഡെ പറയുന്നത് വെച്ചാൽ ഖരോഷ്ടി
കഴുതയുടെ ഈ ഹോണ്ട് എന്ന് വെച്ചാൽ ചുണ്ട് ഒരു ഷേപ്പ് ഇല്ലാത്തതാണ്. അന്നേരം ഇതിൻ്റെ അക്ഷരവും ഷേപ്പ് ഇല്ലാത്ത കാരണമാണ് അതിൻ്റെ പേര് ഖരോഷ്ഠി എന്ന് വന്നേന്ന്. ये അടുത്തത് गुप्त लिपि। यह लिपि ब्राह्मी लिपि से विकसित हुई। इसका समय 4वीं-5वीं शताब्दी माना जाता है। इसका प्रमाण गुप्तकालीन अभिलेखों में मिलता है। गुप्त काल से विकसित होने के कारण इस लिपि का नाम गुप्त लिपि पड़ा। അന്നേരം വേണമെങ്കിൽ ചോദിക്കാം ഗുപ്ത് ലിപി नाम कैसा पड़ा? അന്നേരം അതിൻ്റെ ആൻസറാണ് गुप्त काल में विकसित होने के कारण ही इसका नाम गुप्त ലിപി പട. വേണമെങ്കിൽ ഇത് ഏത് വർഷമാണ് ഇതിൻ്റെ കാലഘട്ടം ചോദിക്കാം. അന്നേരം ഇത് 4वीं-5वीं ശതാബ്ദി. ഇത് ഏതിൽ നിന്നാണ് വികസിതായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മി ലിപിയിൽ നിന്നാണ് ഗുപ്ത ലിപി ഉണ്ടായത്. അടുത്തത് കുട്ടിൽ. ഇസ്കാ വികാസ് ഗുപ്ത ലിപി സെ മാനാ ജാത്താ ഹൈ. ഇതും ഗുപ്ത ലിപിയിൽ നിന്നാണ് കുട്ടിൽ ലിപി ഉണ്ടായത്. ഇസ്കാ പ്രചാർ 6वीं या 9वीं शताब्दी तक हुआ. इसका क्षेत्र पूर्वी उत्तर भारत रहा है. इसकी आकृति कुटिल या टेढ़ी होने के कारण कुटिल लिपि है. अന്നേരം कुटिल लिपि क्यों कहा जाता है? अന്നേരം അതിൻ്റെ കാരണം എന്താ? इसकी आकृति कुटिल या टेढ़ी होने के कारण ही कुटिल लिपि कहलाती है. പിന്നെ ये कुटिल लिपि किससे विकसित हुआ है? गुप्त लिपि से माना जाता है. അടുത്തത് शारदा. इस लिपि का विकास कुटिल लिपि से हुआ. यह लिपि 9वीं-10वीं शताब्दी में विकसित हुई. यह मुख्यतः कश्मीर तथा पंजाब में प्रचलित रही. कश्मीर की अधिष्ठात्री देवी शारदा के नाम पर शारदा लिपि पड़ी. अगर शारदा लिपि का नाम शारदा लिपि कैसे पड़ी എന്ന് പറഞ്ഞാൽ कश्मीर की अधिष्ठात्री देवी शारदा के नाम पर शारदा लिपि पड़ी. അതുപോലെ തന്നെ इसके कहाँ पर है? कश्मीर और पंजाब में प्रचलित था. और शारदा किस लिपि से विकसित हुआ? ना कुटिल लिपि से विकसित हुआ. അടുത്ത दक्षिण भारत की लिपियां. दक्षिणी ब्राह्मी लिपि में निम्नलिखित ये लिपियों का विकास हुआ है. तेलुगु कन्नड़ी. यह लिपि दक्षिण भारत में ईसा की 5वीं शताब्दी से 14वीं शताब्दी तक प्रचलित रही. इसका क्षेत्र आंध्र प्रदेश के दक्षिणी भाग, तमिलनाडु के उत्तर पूर्वी भाग तक कर्नाटक रहा. ഇതെല്ലാം നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ ग्रंथ लिपि. इसका समय 7वीं शताब्दी से 15वीं शताब्दी तक रहा है. ये लिपि मद्रास में प्रचलित रही है. मद्रास में जिन भागों में तमिल लिपि का प्रचार है वहाँ भी संस्कृत के ग्रंथ इस लिपि में लिखे जाते हैं. इसी कारण इसका नाम ग्रंथ लिपि पड़ा. तमिल लिपि का प्रयोग 7वीं शताब्दी से आज तक मिलता है. इसके अक्षर अधिकतम ग्रंथ लिपि से मिलते जुलते हैं. मद्रास में तमिल भाषा के लिए तमिल लिपि का प्रयोग तथा संस्कृत के लिए ग्रंथ लिपि का प्रयोग होता है. അടുത്ത कलिंग लिपि ईसा की 7वीं से 11वीं शताब्दी तक कलिंग में प्रचलित रही है. कलिंग प्रांत में प्रचलित होने के कारण इसका नाम कलिंग लिपि पड़ा. यह तिम्पी, नागरी, तेलुगु, कन्नड़ी और ग्रंथ लिपि से मिलती जुलती हैं. पश्चिमी. यह लिपि भारत के मध्य तथा दक्षिण के गुजरात, काठियावाड़, खानदेश, नासिक, सतारा, हैदराबाद, कोंकण तथा कर्नाटक के कुछ भागों में ईसा की 5वीं से 9वीं शताब्दी तक प्रचलित रही. मध्य प्रदेशी. यह लिपि मध्य प्रदेश, बुंदेलखंड, हैदराबाद के उत्तरी भाग तथा मैसूर के कुछ भागों में 5वीं से 9वीं शती तक प्रचलित रही. उपयुक्त सभी लिपियां ब्राह्मी से विकसित हैं. इन लिपियों के अतिरिक्त 2 विदेशी लिपियां रोमन और उर्दू भी प्रयुक्त होती हैं. रोमन लिपि का प्रयोग अंग्रेजी शासन के कारण तथा उर्दू का प्रयोग मुसलमानी शासन के कारण होने लगा. रोमन लिपि अंग्रेजी लिखने की तथा उर्दू लिपि उर्दू साहित्य लिखने का काम आती है. इനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് നാഗരി ലിപി. इस लिपि का उद्भव ब्राह्मी लिपि से हुआ. अगर ഇതിൽ നിന്നാണ് ഉണ്ടായത്? ब्राह्मी लिपिയിൽ നിന്നാണ് नागरी लिपि आയത്. इसके नामकरण के संबंध में विद्वानों में मतभेद है. कुछ विद्वानों के अनुसार गुजरात के नागर ब्राह्मणों से संबंधित होने के कारण इसका नाम नागरी पड़ा. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ इसके नागरी लिपि के नामकरण के बारे में विद्वानों के मतभेद बताइए. अगर आदित्यान गुजरात के नागर ब्राह्मणों से संबंधित होने के कारण इसका नाम नागरी पड़ा. कुछ विद्वान इसकी व्युत्पत्ति नगर शब्द से लगाते हैं. इन विद्वानों का मानना है कि नगर के शिक्षित लोगों द्वारा प्रयोग किए जाने के कारण इसका नाम नागरी पड़ा. अगर കുറച്ച് പേര് പറയുന്നത് ഇത് നഗറിൽ നിന്നുണ്ടായോണ്ടാണ്. ഈ നഗറിൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ പ്രയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ പേര് നാഗരി എന്ന് വന്നത്. अनेक विद्वानों का
यह मानना है कि तांत्रिक मंत्रों में अनेक चिन्ह बनाए जाते थे जिन्हें देवनगर कहा जाता था. ചിലവർ പറയുന്നത് ഈ താന്ത്രിക് മന്ത്രങ്ങളിലൊക്കെ ഈ പല ചിഹ്നങ്ങളും ഉണ്ടാക്കാറുണ്ടായിരുന്നു. അതിനെ ദേവനഗർ എന്നായിരുന്നു പറയപ്പെടുന്നത്. इन चिन्हों से मिलते जुलते कुछ वर्णाकृतियां थी जिसके कारण इसका नाम ദേവനാഗരി പട. അന്നേരം ഈ ചിഹ്നങ്ങൾ ഇതുമായിട്ട് ഒരുപാട് സാമ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ദേവനാഗരി എന്ന് ഇട്ടേക്കുന്നത്. दक्षिण में इसी नागरी को നന്ദി നന്ദി നാഗരി കഹാ ജാത്ത ഹെ. ദക്ഷിണിൽ ഇതിനെ തന്നെ നന്ദി നാഗരി എന്നാണ് അറിയപ്പെടുന്നത്. किंतु इतना होते हुए भी ये लिपि के नामकरण का वास्तविक आधार अभी तक निश्चित नहीं हो सका. പക്ഷെ ഇന്ന് വരെ ഇതെങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത് അറിയാൻ വയ്യ. उत्तर भारत में इसका प्रचार 9वीं शताब्दी के आसपास मिलता है तथा दक्षिण भारत में 8वीं शताब्दी के आरंभ से होकर 16वीं शताब्दी तक मिलता है. महाजनी, कैथी, राजस्थानी और गुजराती लिपियां इसी से വികസിत हुई. നാഗരി ലിപിയിൽ നിന്നാണ് മഹാജനി, കൈത്തി, രാജസ്ഥാനി, ഗുജറാത്തി ലിപികളെല്ലാം ആയിരിക്കുന്നത്. नामकरण के उपयुक्त आधारों में कौन सा आधार उचित है यह तो निश्चय पूर्वक नहीं कहा जा सकता, परंतु यह तथ्य निर्विवाद सत्य प्रतीत होता है कि जिस प्रकार संस्कृत को परिष्कृत एवं परिमार्जित होने के कारण देववाणी कहा जाता है, उसी प्रकार संस्कृत साहित्य को लिपिबद्ध होने के कारण इस परिष्कृत एवं परिमार्जित नागरी लिपि को देवनागरी नाम दिया गया है. അന്നേരം നമുക്കിങ്ങനെ പറയാം, ഈ സംസ്കൃതത്തിലെ പരിഷ്കൃതം പരിമാർജിതമായ കാരണമാണ് അതിനെ ദേവവാണി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ इसी प्रकार संस्कृत साहित्य को लिपिबद्ध होने के कारण इस परिष्कार एवं परिमार्जित नागरी लिपि का भी नाम क्या पड़ा है? देवनागरी पड़ा है. देवनागरी लिपि अपने उद्भव काल से ही निरंतर विकसित होती रही है. इന്നും विकसित ആയിക്കൊണ്ടിരിക്കുന്നു. विकास की दृष्टि से 10वीं शताब्दी से देवनागरी लिपि के वर्णों का क्रमशः विकास होता रहा है. इसी शताब्दी में उत्तर भारत में प्रचलित देवनागरी लिपि में कुटिल लिपि की तरह आ, घा, पा, या, शा और सा के सिर 2 अंशों में विभक्त मिलते हैं तथा 11वीं शताब्दी के आसपास से ये 2 अंश मिलकर सिर की एक लकीर बन गई है. प्रत्येक अक्षर का सिर उतना ही लंबा होता है जितनी अक्षर की चौड़ाई होती है. മേലത്തെ ശിരോരേഖയെക്കുറിച്ചാണ് പറയുന്നത്. 11वीं शताब्दी की देवनागरी लिपि का स्वरूप वर्तमान लिपि से मिलता जुलता है. 11th സെഞ്ചുറിയുടെ ഇന്നത്തെ ഒരേപോലെ ആയിട്ടാണ് തോന്നുന്നത്. 12वीं से 14वीं शताब्दी में इस लिपि का जो स्वरूप प्रचलित था वही आज की लिपि का स्वरूप है. അന്നത്തെ ആ ലിപിയുടെ സ്വരൂപം തന്നെയാണ് ഇന്നും ദേവനാഗരി ലിപിക്ക് ഉള്ളത്. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലിപിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. അന്നേരം ലിപിയുടെ ആ ഇത് ഞാൻ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ് ഇനി നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നിങ്ങളുടെ സിലബസിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ എടുത്ത് തന്നു കഴിഞ്ഞു. താങ്ക് യു.